നമ്മുടെ ആമുഖ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സെക്ഷനിൽ നേതൃത്വം നൽകുന്നത് ഷാലോം പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറായ ഗ്ലാഡിസ് NC. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു മനോഹരമായ ദിവസത്തിൻ്റെ സായാഹ്നത്തിൽ, ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നു. തൻ്റെ സാന്നിധ്യവും കൃപയുമെല്ലാം അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന നിമിഷം നമുക്ക് നമ്മെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. നമുക്കറിയാം നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ ഈശോയ്ക്കറിയാം, നമ്മേക്കാൾ കൂടുതലായി. നമുക്ക് ആ ഈശോയുടെ തിരുമുമ്പിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നാം ഓരോരുത്തരും കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ മേഖലകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്ത് ഈ നിമിഷങ്ങളിൽ അവിടുത്തോട് ചേർന്നിരിക്കുവാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന, ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. നമുക്കൊരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിനുമൊക്കെ ശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈശോ മരിച്ചു, ഈശോ ഉയർത്തെഴുന്നേറ്റു. പക്ഷെ എന്നാലും അവരുടെ ഉള്ളിൽ വലിയ ഒരു അങ്കലാപ്പും ഭാവിയെക്കുറിച്ചുള്ള ഒരു അനിശ്ചിതത്വവും എല്ലാം കിടക്കുകയാണ്. ജീവിച്ചിരുന്ന കാലത്ത് ഈശോ അവരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ. പക്ഷെ അതൊന്നും അവർക്ക് അത്ര അങ്ങ് കാര്യമായിട്ടൊന്നും അവരത്ര കണക്കിലെടുത്തില്ലായിരുന്നു. ഈശോ അങ്ങ് മരിച്ചു, വീണ്ടും 3-ാം നാൾ ഈശോ ഉത്ഥാനം ചെയ്തു, ഇതിനോടകം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ കോണിലൊക്കെ എവിടെയൊക്കെയോ ചില ദുഃഖങ്ങളും വേദനകളും സംശയങ്ങളുമൊക്കെ തളം കെട്ടി നിൽക്കുകയാണ്. നമുക്കറിയാം, ശിഷ്യന്മാരിൽ പ്രധാനി ആരായിരുന്നു? ശിഷ്യപ്രമുഖൻ പത്രോസാണ്. പത്രോസിൻ്റെ നേതൃത്വത്തിൽ അവരിങ്ങനെ സമ്മേളിച്ചപ്പോൾ പത്രോസ് തൻ്റെ കൂടെയുള്ളവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, നിങ്ങളും പോരുന്നോ? പ്രിയപ്പെട്ടവരെ, ഒട്ടും താമസിക്കാതെ അവരും പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങളും പോരുകയാണ് നിൻ്റെ കൂടെ. നമുക്കറിയാം, ഒരു കൂട്ടായ്മയുടെ ആണെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു നേതാവായിരിക്കുന്ന ഒരാൾ, ആ ആൾ അവിടെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് കടന്നു പോകുമ്പോൾ കൂടെയുള്ളവരും സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ പിന്നാലെ പോകും. അതേസമയം ആ വ്യക്തി സമർപ്പണത്തോടെ നിന്നാൽ അവിടെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കൂടെയുള്ളവരും പറയും, ഞങ്ങളും നിൻ്റെ കൂടെ നിൽക്കുകയാണ്. നമുക്കറിയാം, പത്രോസിനെയും കൂടെയുള്ള അധികം ശിഷ്യന്മാരെയും ഈശോ തിരഞ്ഞെടുത്തത് അവരുടെ മുക്കുവ തൊഴിലിൽ നിന്നുമാണ്. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. അവിടെ നിന്നുമാണ് ഈശോ അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി ഉയർത്തിയതും തന്നെ അനുഗമിക്കുവാനായിട്ട് അവരെ വിളിച്ചു ചേർത്തതും. എന്നാൽ വീണ്ടും അവർ ആ പണിയിലേക്ക് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ആണ് നമ്മളിത് വായിക്കുക. അവർക്ക് വളരെ സുപരിചിതമായ, അവർ സ്ഥിരം മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആ കടലിലേക്ക്
അവിടേക്ക് തന്നെ അവർ തിരിച്ചു പോവുകയാണ്, തിബേരിയാസ് കടലിലേക്ക്. അങ്ങനെ അവരവിടെ ചെന്ന് മീൻപിടുത്തം ആരംഭിച്ചു. പക്ഷേ അവർക്ക് വളരെ സുപരിചിതമായ ആ കടലിൽ അവർ ചെന്നിട്ട് ഒരു കുഞ്ഞു മീൻ പോലും അന്ന് കിട്ടുന്നില്ല. എന്തൊരു അത്ഭുതമാണ്! സ്ഥിരപരിചയമുള്ളവരാണ്. അവിടെയുള്ള ഓരോ മീനും അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ മുക്കും മൂലയും എല്ലാം അറിയാമായിരുന്ന ശിഷ്യന്മാര്, പത്രോസും കൂട്ടരും ഇപ്രാവശ്യം അവിടെ ചെന്ന് മീൻപിടുത്തം ആരംഭിച്ചിട്ടും ഒരു കുഞ്ഞു മീനെ പോലും അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ നിസ്സഹായരായി അവരങ്ങനെ നിൽക്കുമ്പോൾ പ്രഭാതമായി. ഇതാ കരയ്ക്ക് നിന്ന് ഒരു വിളി അവർ കേൾക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ സുവിശേഷത്തിൽ അത് വായിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ആരാണിങ്ങനെ സ്നേഹത്തോടെ വിളിച്ചത്? മറ്റാരുമല്ല, അവരുടെ പ്രിയപ്പെട്ട ഗുരു ഈശോ തന്നെയാ. ഈശോ വന്ന് ചോദിക്കുക, പ്രിയപ്പെട്ട മക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഈശോയ്ക്ക് മനസ്സിലായി ഒന്നുമില്ല. വളരെ നിസ്സഹായ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത്. പക്ഷേ തൻ്റെ മുൻപിലേക്ക് കടന്നു വരുവാനായിട്ട് അവർക്ക് അല്പം മടിയുണ്ട്. വളരെ വേദനിക്കുന്ന അവസ്ഥയിലൂടെ അവർ പോകുന്നത്. ഈശോ മറ്റൊന്നും പറഞ്ഞില്ല. മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, വലതുവശത്തേക്ക് നിങ്ങളുടെ വല നീട്ടിയിട്. അത് കർത്താവാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അവരെന്ത് ചെയ്തു? അവർ ഹൃദയത്തിൽ വലിയൊരു അനുതാപത്തോടെ, അല്ലെങ്കിൽ ഈശോയുള്ള വലിയൊരു സ്നേഹത്തോടെ അവർ ഈശോ പറഞ്ഞ വാക്കുകൾ അവിടെ അനുസരിക്കുകയാണ്. അവരുടെ വല ആ വലതുവശത്തേക്ക് ഇട്ടു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ വല നിറയെ അവർക്ക് മത്സ്യങ്ങൾ കിട്ടി. 153 മത്സ്യങ്ങൾ. അതവർ വളരെ വിഷമിച്ച് കരയ്ക്കോടടുപ്പിച്ചു. അപ്പോൾ അവർ കാണുന്ന രംഗം അതൊന്നും കൂടി കരളലിയിക്കുന്നതാ. ഈശോ അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി വെച്ചിരിക്കുക. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഈ ഒരു വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഈശോയുടെ ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് നമ്മളിവിടെ കാണുക. നമുക്കറിയാം, നമ്മൾ സ്വാഭാവിക തലത്തിൽ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരുമായിക്കൊള്ളട്ടെ, അവരെ നമ്മൾ ഒരു പ്രാവശ്യം അവരെ നമ്മൾ വേണ്ട രീതിയിലൊക്കെ അവർക്ക് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ട് വീണ്ടും വീണ്ടും അവർ നമ്മിൽ നിന്നും അകന്നു പോകുമ്പോൾ ഒരു വഴക്കെങ്കിലും പറയാതെ ആരും അവരെ സ്നേഹത്തോടെ വിളിക്കുകയില്ല. ഒരമ്മയായിക്കൊള്ളട്ടെ, ഒരപ്പനായിക്കൊള്ളട്ടെ, അവർ പറയും, താൻ തോന്നിയായ മക്കള്, തോന്നിവാസക്കാരായ മക്കള്, ഞാൻ എത്ര തവണ ഇവരോട് പറഞ്ഞു കൊടുത്തു, പക്ഷേ ഇവരുടെ വഴിക്കേ പോവുകയുള്ളൂ, അവരുടെ വഴിക്ക് പോകട്ടെ എന്ന് മാനുഷികമായിട്ട് ചിലപ്പോൾ നമ്മൾ പറയാം. പക്ഷേ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം നമ്മൾ ഇവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. അതായത് നമ്മെ പിന്തുടരുന്ന ദൈവത്തിൻ്റെ സ്നേഹമായി ഇവിടെ കാണുക. ഈശോയിൽ നിന്ന് അകന്നു പോയി മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നൊക്കെ പറഞ്ഞ് ഈശോ വിളിച്ചു ചേർത്ത് 3 വർഷം ഈശോയുടെ കൂടെ കൊണ്ടു നടന്ന് പ്രിയപ്പെട്ടവരായി ചേർത്തു. എന്നിട്ടും ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നിവർക്ക് വളരെ ബോധ്യമായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 3-ാം പ്രാവശ്യമാണ് ഈ ഒരു ദർശനം അല്ലെങ്കിൽ ഈശോയുടെ പ്രത്യക്ഷീകരണം നമ്മൾ കാണുക. എന്നിട്ടും അവർ വീണ്ടും അവരുടെ പണിക്ക് പോയി. പക്ഷേ ഈശോ എത്ര വാത്സല്യത്തോടെയാണ് അവരുടെ പിന്നാലെ ചെല്ലുന്നത്. അവരെ എത്രയോ സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുന്നത്. കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുവാൻ മാത്രം അവൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്നേഹം നിറഞ്ഞു നിന്നു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കുന്നതാണ്. കാരണം കർത്താവ് നമ്മളെ തൻ്റെ സ്നേഹത്തിലേക്കൊക്കെ ചേർത്ത് വിളിച്ചു. ഈശോയുടെ സ്നേഹമൊക്കെ നമ്മൾ അനുഭവിച്ചു. എന്നാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ചിലപ്പോൾ ഒരു ധ്യാനമൊക്കെ കൂടി നല്ലൊരു ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്നു. കുറച്ച് നാളുകൾ കർത്താവിനോട് ചേർന്ന് ജീവിച്ചു. പക്ഷേ ജീവിതത്തിൽ അല്പം ഒരു ബുദ്ധിമുട്ടുകൾ വരികയാണ്, ഒരു പ്രതിസന്ധി വരികയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളും പറയും, ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുകയാണ്. ഇത്രനാളും ഞാൻ അവൻ്റെ കൂടെ നിന്നു. ശിഷ്യന്മാർ പലരും ചോദിച്ചായിരുന്നു, ഈശോയെ, ആരാണ് നിന്റെ വലതുവശത്തിരിക്കുക, അല്ലെങ്കിൽ ആരെയാണ് നീ ഇനി രാജാവാക്കാൻ പോവുക, മന്ത്രിയാക്കാൻ പോവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതൊന്നും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതാ അവരുടെ പഴയ പണിക്ക് പോവുകയാണ്. പക്ഷേ ആ പഴയ പണിക്ക് പോയിട്ടും കർത്താവ് അവരെ കരുതുകയാണ്.
അവരെ സ്നേഹിക്കുകയാ. വീണ്ടും തൻ്റെ സന്നിധിയിലേക്ക് ഈശോ അവരെ ചേർത്ത് പിടിക്കുകയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാ. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ദാനിയേല് സിംഹക്കുഴിയിൽ, നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് തള്ളിയിട്ടു, സിംഹക്കൂട്ടിൽ അടച്ചു. അവിടെ അവനിങ്ങനെ നിൽക്കുമ്പോൾ യൂദയായിലെ മലഞ്ചെരുവിൽ ഹബക്കുക്ക് പ്രവാചകൻ തൻ്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കായി പൊടിച്ച അപ്പവും കറിയുമായി പോകുമ്പോൾ ഹബക്കുക്കിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാ, ഹബക്കുക്കെ, നീ അങ്ങ് ബാബിലോണിലേക്ക് പോവുക. സിംഹ കൂട്ടിൽ കിടക്കുന്ന ദാനിയേലിന് നീ പോയി ഭക്ഷണം കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, ദൈവമേ, എനിക്ക് ബാബിലോൺ എവിടെയാണെന്ന് അറിയില്ല. എവിടെയാണ് ബാബിലോണെന്ന് എനിക്കറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ പോകും? ദൈവദൂതൻ അവൻ്റെ മുടിക്ക് പിടിച്ച് ബാബിലോണിലെ സിംഹക്കൂടിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തി. ഹബക്കുക്ക് പറഞ്ഞു, ദാനിയേൽ, നീ വേഗം എഴുന്നേൽക്കുക, എഴുന്നേറ്റ് നീ ഭക്ഷണം കഴിക്കുക. ദാനിയേൽ അവിടെ പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചുവല്ലോ ഇവിടെയും. അങ്ങയെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിരക്ഷിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് ദാനിയേൽ കണ്ണുനീർ വാർത്ത് സന്തോഷത്തോടുകൂടി ആ ഭക്ഷണം കഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കരുതുന്ന സ്നേഹം, ഒരമ്മയെ പോലെ ഒരപ്പനെ പോലെ നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഈ രാത്രിയിൽ അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ നിസ്സഹായതയിലേക്ക് കടന്നു വരുന്ന ദൈവം, ശിഷ്യന്മാരെ സംബന്ധിച്ച് വലിയൊരു നിസ്സഹായതയിലൂടെ അവർ കടന്നു പോവുക. ഗുരുവിൻ്റെ മുഖത്തേക്ക് ഇനി എങ്ങനെ തങ്ങൾ നോക്കും? എങ്ങനെ അവൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലും? ആരും സഹായിക്കുവാനില്ലാത്ത ഒരവസ്ഥ. ഒരു രാത്രി മുഴുവനും തങ്ങളുടെ സ്ഥിര പരിചയമുള്ള ഈ കടലിൽ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത നിസ്സഹായ അവസ്ഥ. ആ നിസ്സഹായതയിലേക്ക് കർത്താവ് തൻ്റെ സ്നേഹവുമായി കടന്നു ചെല്ലുന്നു. 1978 ഒരു സായാഹ്നം പോളണ്ടിലെ കർദിനാളായ കർദിനാൾ വോയ്റ്റീവ, കരോൾ വോയ്റ്റീവ തൻ്റെ അതിരൂപതയിൽ നിന്നും അടുത്തുള്ള ഒരു പള്ളിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. പ്രസിദ്ധനായി കർദിനാള് വരുന്നുണ്ടെന്ന് കേട്ട് ജനം മുഴുവനും അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി കടന്നു ചെല്ലുകയാണ്. അങ്ങനെ കടന്നു ചെന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കാണുന്നു. പക്ഷേ പ്രായമുള്ള രോഗിണിയായ ഒരു വിധവയായ സ്ത്രീ, പ്രായമുള്ള ഒരു അമ്മ, അവർക്ക് കർദിനാളിനെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കൊണ്ടുപോകുവാൻ ആരുമില്ല. അവരുടെ നിസ്സഹായ അവസ്ഥയാണ്. അവർ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവിടെ കിടന്നുകൊണ്ട് അവർ ഉറക്കെ കരയാൻ തുടങ്ങി. എല്ലാവരും റോഡിലേക്ക് ഓടി, വഴിയിലേക്ക് ഓടി. അങ്ങനെ കർദിനാൾ അതിലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് അല്പം ദാഹം തോന്നി, അല്പം വെള്ളം കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ഒരു ഭവനത്തിൽ നിന്നും ഒരു വലിയ കരച്ചിൽ കേൾക്കാം. ആ ഭവനത്തെ ലക്ഷ്യമാക്കി അദ്ദേഹം കടന്നു ചെല്ലുന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സാധിക്കാതെ നിസ്സഹായ അവസ്ഥയിൽ, രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു അമ്മ. അദ്ദേഹം അവിടെ ചെന്നു. അവിടെ ഇരിക്കുന്ന വെള്ളമെടുത്തു, താൻ കുടിച്ചു. അതോടൊപ്പം രോഗിയായ ഈ അമ്മയ്ക്കും കൊടുത്തു. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ അമ്മയുടെ കരത്തിൽ പിടിച്ച് അമ്മയോട് ചോദിച്ചു, അമ്മേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, എല്ലാവരും കർദിനാളിനെ കാണുവാനായിട്ട് പോയി, എന്നെ കൊണ്ടുപോകുവാനായിട്ട് ആരുമില്ല. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു. ആ പിതാവ് ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടെ അമ്മ ചോദിച്ചു, കർദിനാളിനെ കാണുവാൻ എനിക്ക് സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, അമ്മേ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ്, ഞാൻ തന്നെയാണ് ആ കർദിനാള്. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഇപ്പോൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ജോൺ പോൾ പിതാവായിരുന്നു. അധികം താമസിയാതെ അദ്ദേഹം മാർപ്പാപ്പയായി ഉയർത്തപ്പെട്ടു. ആ അമ്മയുടെ കണ്ണുകൾ അപ്പോൾ തിളങ്ങി. ആ അമ്മയുടെ നിസ്സഹായ അവസ്ഥയിലേക്ക് ആ പിതാവ് കടന്നു ചെന്നപ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിൽ വലിയ ആനന്ദമുണ്ടായി. ഇതുപോലെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നതും. നമ്മൾ ചിലപ്പോൾ നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ആരുടെയും മുഖത്ത് നോക്കുവാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിക്കാത്ത അവസ്ഥകളുണ്ടായിരിക്കും. ആരോടും നമ്മുടെ വേദനകളൊന്നും പങ്കുവയ്ക്കുവാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കും. സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. അതറിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം,
അതാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവെ അങ്ങെല്ലാം കാണുന്നുണ്ട്, എൻ്റെ കഷ്ടപ്പാടുകൾ അങ്ങ് കാണുന്നുണ്ട്, എൻ്റെ വേദനകളും എൻ്റെ രോദനങ്ങളും എല്ലാം അങ്ങ് അറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ സ്നേഹമോർത്ത് നമുക്ക് നന്ദി പറയാം. മറ്റൊരു കാര്യം നമ്മളിവിടെ കാണുക, ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വലതുവശത്തേക്ക് നീക്കി വലയിടുക. ശിഷ്യന്മാര് അപ്രകാരം അവിടെ പ്രവർത്തിച്ചപ്പോൾ വലിയൊരു അത്ഭുതം അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് അവിടെ സംഭവിച്ചത്? തങ്ങൾക്ക് ഒത്തിരി പരിചയമുണ്ടായിരുന്ന ആ തിബേരിയാസ് കടൽ, തങ്ങൾ അവിടെ എല്ലാ കളികളും നടത്തിയിട്ടുള്ള, തങ്ങൾക്ക് ആരുടെയും ഉപദേശമോ ആരുടെയും നിർദ്ദേശമോ ആവശ്യമില്ലാതിരുന്ന വളരെ പരിചയമുള്ള ആ കടൽ, പക്ഷേ അവിടേക്ക് അവരുടെ ഇഷ്ടപ്രകാരം വലയിറക്കിയപ്പോൾ ഒരു കുഞ്ഞു മീൻ പോലും അവർക്ക് ലഭിച്ചില്ല. എന്നാൽ കർത്താവ് വന്ന് അവരോട് പറഞ്ഞു, കർത്താവ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് വലയിറക്കുവാൻ പറഞ്ഞപ്പോൾ അവർക്ക് നിറയെ മത്സ്യങ്ങൾ കിട്ടി. ദൈവഹിതം നിറവേറ്റുവാനായിട്ട് ഒരു വ്യക്തി സന്നദ്ധമാകുമ്പോൾ അവൻ്റെ അധ്വാനത്തിന് മുൻപിലേക്ക് ദൈവം ഇതാ കടന്നു വരുന്നു. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അധ്വാനിച്ച് തളർന്നവരായിരിക്കും. നമ്മുടെ സ്വന്തമായ കഴിവുകൾ കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ പരിചയം കൊണ്ടും നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു നിമിഷം നമ്മൾ ഈ രാത്രിയിൽ ചിന്തിച്ചു നോക്കണം, അവിടെ നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് വിജയം ലഭിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ, ദൈവഹിതപ്രകാരമാണോ ഞാൻ എൻ്റെ വല ഇറക്കുന്നത്? ദൈവഹിതപ്രകാരമാണോ ഞാൻ എൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് ചോദിക്കുകയാണ്. ഒരുപക്ഷെ നിനക്ക് ആരോഗ്യമുണ്ടാവും, നിനക്ക് കഴിവുകളുണ്ടാവും, നിനക്ക് അറിവുണ്ടാകും, പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രിയ കുഞ്ഞെ നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവിടെ നിനക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ ജോലി മേഖലയിലായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, ആത്മീയ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഏത് മേഖലകളിലാണെങ്കിലും ഈശോയെ കൂടാതെയുള്ള അധ്വാനം വൃഥാവിലാണ് എന്ന് കർത്താവ് ഈ രാത്രിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈശോ ശിഷ്യന്മാരെ അവിടെ നിർത്തി. അവരായിരുന്ന ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവ് അവർക്ക് വലിയൊരു വിജയം നേടിക്കൊടുത്തു. ആ തീരത്ത് തന്നെ ദൈവം അവരെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പരാതിയാണ്, എൻ്റെ ഈ കുടുംബത്തിൽ ആയതുകൊണ്ടാണ് എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന ജോലി ആയതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ടാകുന്നത്. ഷാലോമിലേക്ക് ഈ ജാഗരണ പ്രാർത്ഥനയോടൊക്കെ അനുബന്ധിച്ച് ധാരാളം കത്തുകളും ഫോണുകളും ഒക്കെ വരാറുണ്ട്. പലരുടെയും സങ്കടം അവരുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലി മേഖലകളെക്കുറിച്ചൊക്കെയാണ്. പലരും പങ്കുവെക്കുന്ന ഒരു കാര്യം, ഇന്ന് എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി, ഇനിയും ഇതിൽ നിന്നും കരകയറുവാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്നറിയില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുകയാ, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഏതു ജീവിതത്തിലേക്കാണ്, ഏതു കുടുംബത്തിലേക്കാണ്, ഏതു സാഹചര്യത്തിലേക്കാണ് എൻ്റെ ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്, അവിടെ വെച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അവിടെ വെച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് എൻ്റെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, ഇത് ഇന്ന ജോലി ആയതുകൊണ്ടാണ്. പല വ്യക്തികളെയും നമ്മൾ പഴി പറയാറുണ്ട്, പല സാഹചര്യങ്ങളെയും നമ്മൾ കുറ്റം വിധിക്കാറുണ്ട്, ഇന്ന സാഹചര്യമായതുകൊണ്ടാണ്, ഇന്ന അവസ്ഥയായതുകൊണ്ടാണ് എന്നൊക്കെ. പക്ഷേ കർത്താവ് നമ്മോട് പറയുക ഈ രാത്രിയിൽ, നീ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത്, നീ ഏത് കുടുംബത്തിലാണോ ഉള്ളത്, ഏത് ജോലി മേഖലയിലാണോ ഉള്ളത്, അവിടെ നിനക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ സാധിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈശോ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ്. ഈശോ ജനിച്ചു വീണത് ഒരു കാലിത്തൊഴുത്തിലാണ്. ആ കാലിത്തൊഴുത്തിനെ നല്ല ഒരു കൊട്ടാരമാക്കി മാറ്റുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഏതൊരു വ്യക്തികളാണ് എങ്കിൽ പോലും നമ്മളൊരു വാടക വീടെടുത്ത് മാറുമ്പോൾ അല്പം ഒരു പെയിൻ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, അല്പം ഒന്ന് അവിടെ ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യാറുണ്ട്.
ഒരു ഭവനം നമ്മൾ വാങ്ങിയാലും നമ്മുടേതായ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങൾ നമ്മൾ അവിടെ വരുത്താറുണ്ട്. പക്ഷേ ഈശോ ജനിച്ചപ്പോൾ ഈശോയ്ക്ക് വേണമെങ്കിൽ ആ കന്നുകാലികളെയൊക്കെ ഒന്ന് മാറ്റി അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു അല്പം കൂടി മെച്ചപ്പെട്ടതാക്കിയിട്ട് അവിടെ ഈശോയ്ക്ക് ജനിക്കാമായിരുന്നു. പക്ഷേ ഈശോ ജനിച്ചു വീണത് ഈ കാലിത്തൊഴുത്തിലാണ്. ഈ കാലിത്തൊഴുത്തിന്റെ അവസ്ഥയിലേക്ക് ഈശോ ജനിച്ചു വീണ് ഈ കാലിത്തൊഴുത്തിനെ ഈശോയിലൂടെ അവിടുന്ന് മനോഹരമാക്കി തീർത്തു. ഈ പുൽക്കൂടിനെ ഈശോയിലൂടെ അവിടുന്ന് സ്വർഗത്തിന്റെ വലിയ ദർശനം കൊടുത്തുള്ള സ്വർഗീയ ഗേഹമാക്കി മാറ്റി ഈശോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തോടും ഈശോ ഇത് തന്നെയാണ് പറയുന്നത്. നിന്റെ ജീവിത പങ്കാളിയോ, നിന്റെ മക്കളോ, നിന്റെ കുടുംബമോ, നിന്റെ ജോലിയോ, നിന്റെ സാഹചര്യങ്ങളോ ഒന്നുമല്ല മാറേണ്ടത്. മറിച്ച് ദൈവം നിന്നെ എവിടെയാക്കിയിരിക്കുന്നുവോ, നീ ഇന്ന കുടുംബത്തില്, ഇന്ന ജോലിയില്, ഇന്ന സാഹചര്യത്തിലാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വളരുവാനായിട്ട്, അവിടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് കർത്താവ് ഈ രാത്രിയിൽ പ്രിയപ്പെട്ട മകനെ മകളെ എന്നോടും നിങ്ങളോടും ഈശോ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോയുടെ സ്നേഹം, നമ്മെ പിന്തുടരുന്ന കർത്താവിൻ്റെ സ്നേഹം നമ്മോടൊപ്പമുണ്ട്. ഏതവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും അവിടെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈശോയെ ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാരുടെ പോലും പിന്നാലെ കടന്നു ചെല്ലുവാൻ തക്ക രീതിയിലുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരുന്നു. നമ്മളവിടെ ഭയപ്പെടേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, കർത്താവ് പറയുന്നത് പോലെ വലയിറക്കുവാൻ, ഈശോ പറയുന്നത് പോലെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ, ഈശോയുടെ ഹിതം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിറവേറ്റുവാൻ കർത്താവ് നമ്മോട് പറയുകയാ. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. മൂന്നാമതായിട്ട് ഈശോ നമ്മളോട് പറയുകയാ, നീ എവിടെയായിരിക്കുന്നുവോ അവിടെ വെച്ചുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് നിന്റെ ദൈവത്തിന് സാധിക്കും. അതാണ് കർത്താവ് നമ്മോട് പറയുന്ന മറ്റൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് കൊടുക്കാം. ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഒരുപക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഈശോയിൽ നിന്നും അകന്നൊക്കെ കഴിയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സ്വന്തം ഹിതമനുസരിച്ച് വലയിറക്കി അധ്വാനിച്ച് തളർന്നതിൻ്റെ ക്ഷീണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഈശോയെ കൂടാതെയുള്ള അധ്വാനം നമുക്ക് ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത് സമർപ്പിക്കാം. സാഹചര്യങ്ങളെ പഴി പറയുന്ന, ജീവിതത്തിൻ്റെ വേദനകളെ നോക്കി ഇന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം, ഇന്ന സാഹചര്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള ഈ ദുരവസ്ഥയ്ക്ക് കാരണം, ഞാൻ ഇവിടെ അല്ലായിരുന്നുവെങ്കിൽ, ഞാൻ മറ്റൊരു മേഖലയിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തേണ്ട വ്യക്തി അല്ലായിരുന്നു എന്നൊക്കെയുള്ള നമ്മുടെ നിലപാടുകളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. മറ്റുള്ളവരെ പഴി പറയുന്ന, കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ പഴി പറയുന്ന, മാതാപിതാക്കളെ പഴിക്കുന്ന, ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും ജോലി മേഖലകളെയും ഒക്കെ പഴിക്കുന്ന, അധികാരികളെ പഴിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഈ രാത്രിയിൽ സമർപ്പിക്കാം. കർത്താവ് നിന്നോട് പറയുകയാ, പ്രിയപ്പെട്ട മകനെ മകളെ, നിന്നെ ഞാൻ എവിടെയാക്കിയിരിക്കുന്നുവോ അവിടെ നീ ഫലം പുറപ്പെടുവിക്കുക. അവിടെ നീ എന്നോട് ചേർന്ന് നിൽക്കുക. യാക്കോബ് ശ്ലീഹ പറയുന്നു, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും. ഈശോയുടെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി, കർത്താവേ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, മുന്തിരിവള്ളിയുടെ ശാഖകള് തായ്തടിയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ അങ്ങയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ ഈശോയെ എനിക്ക് കൃപ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിസ്സഹായതയിലേക്ക്, അതേ ആ വാർദ്ധക്യത്താൽ വിഷമിച്ച രോഗിയായ, എഴുന്നേൽക്കുവാൻ പാടില്ലാത്ത അമ്മയുടെ അടുത്തേക്ക് കർദിനാള് പിതാവ് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നീ കട്ടിലിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ആരും സഹായിക്കുവാനില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, ആരുടെയും മുൻപിലേക്ക് കടന്നു ചെല്ലുവാൻ പോലും ധൈര്യമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. ഇതാ ഈശോ നിനക്ക് സമീപസ്ഥനാണ്, കർത്താവ് നിനക്ക് സമീപസ്ഥനാണ്. ആ സമീപസ്ഥനായ കർത്താവിനെ, നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കരങ്ങൾ ഉയർത്തുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ഈശോയെ നമുക്ക് ഉച്ചസ്വരത്തിൽ നിന്ന് വിളിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുമാത്രം നിനക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമോ, എന്തുമാത്രം നിനക്ക് നിന്റെ ജീവിതം
ജീവിതത്തെ കർത്താവിന് വിട്ടുകൊടുക്കുവാൻ സാധിക്കുമോ, അതനുസരിച്ച് നിന്റെ ജീവിതത്തിലെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയ്ക്ക് നിന്നെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. ഈശോയ്ക്ക് ഇവിടെ വെച്ച് ഈ രാത്രിയിൽ തന്നെ നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. നീ മറ്റൊരിടത്തേക്കും ഓടിപ്പോകേണ്ടതില്ല. നിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നീ ഓടിപ്പോകേണ്ടതില്ല. മറ്റൊന്നും അന്വേഷിച്ച് നീ പോകേണ്ടതില്ല. ഇവിടെ വെച്ച് ഈ രാത്രിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാത്രമേ നീ മാത്രമേ നീ മാത്രമേ ആത്മസഖി നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ ആത്മസഖി എൻ്റെ യേശുവേ എൻ്റെ ജീവനേ എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ എൻ്റെ യേശുവേ എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തെ, എന്റെ ജോലി മേഖലകളെ, എന്റെ കുടുംബ ജീവിതത്തെ, എന്റെ രോഗാവസ്ഥകളെ എന്റെ ഈശോയ്ക്ക് അനുഗ്രഹിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പരാജയത്തിന്റെ മേഖലകളിലേക്ക് ഈശോ കടന്നു വന്നാല് അവിടെ എനിക്ക് വിജയമുണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ. എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ജോബിൻ്റെ പുസ്തകം